So, in last class, how much we studied? Expansion of things around us, isn't it? Expansion of things around us. നമ്മൾ ഇത് പഠിച്ചത് ഇത് കണ്ടതാണ്. ഓട്ടോമാറ്റിക് അലാറം എങ്ങനെ അടിക്കും എന്നൊക്കെ നിങ്ങൾ വീഡിയോ കാണിച്ചു തന്നാണ് അല്ലേ? പിന്നെ നമ്മൾ ഇലക്ട്രിക് അല്ല ട്രെയിനിന്റെ കാര്യമൊക്കെ പഠിച്ചു. എന്തുകൊണ്ടാണ് ട്രെയിനിന്റെ ട്രാക്സിൽ ഒരു കട്ട് വരുന്നതെന്ന് നമ്മൾ പഠിച്ചു. എന്താ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? ഫിഗർ പേജ് നമ്പർ 49 ഫിഗർ 5.6 ഫിഗർ അതിൽ അന്ന് പറഞ്ഞു നമ്മൾ അവിടെ ഒരു ചെറിയ കട്ടിങ് വരുന്നുണ്ടോ ആഫ്റ്റർ ഈച്ച് ട്രാക്ക്. ആ ട്രാക്കിന്റെ അവിടെ എന്തുകൊണ്ടാണ് കട്ടിങ് വരുന്നതെന്ന് പഠിച്ചത് ഫെയ്ത്ത്? ഞാൻ നിങ്ങളെ വീഡിയോ സഹിതം കാണിച്ചല്ലേ? ഫെയ്ത്ത് ഓർക്കുന്നില്ലേ? കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. ഞാൻ വീഡിയോ സഹിതം നിങ്ങളെ കാണിച്ചെന്ന് ഞാൻ ഓർക്കുന്നുണ്ടല്ലോ. എന്താ അതിന്റെ റീസൺ പറഞ്ഞത്? എന്തുകൊണ്ടാണ് കട്ടിങ് വരുന്നതെന്ന് പറഞ്ഞത്? എന്തിന്റെ വീഡിയോയാ? വെരി ആബ്സെന്റ് ആണ് ലാസ്റ്റ് ക്ലാസ്. റെയിൽവേ ട്രാക്കിന്റെ വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു. ഡു യു റിമെമ്പർ ദാറ്റ്? കാണിച്ചായിരുന്നു. Okay, see page number 49, figure number 5.6. See in that you can see two sections of the rail tracks. ഇതിന്റെ ഇടയ്ക്ക് രണ്ട് സെക്ഷന്റെ ഇടയ്ക്ക് ഓരോ കട്ടിങ് വരുന്നുണ്ട് റെയിൽവേ ട്രാക്കിന്റെ അവിടെ. എന്തുകൊണ്ടാണ് കട്ടിങ് ഒക്കെ ഇടുന്നത് ഞാൻ കാണിച്ചിരുന്നായിരുന്നല്ലോ. വാട്ട് ഈസ് ദാറ്റ്? അതെല്ലാം ചെറിയ ചെറിയ പീസ് ആയതുകൊണ്ട്. മിസ് അതല്ല മിസ്, ഇത് ചൂട് കാരണം വണ്ടി ഓടി ഓടി തേഞ്ഞു പോകുന്നല്ലേ? തേഞ്ഞു പോകുന്നതാണോ പഠിപ്പിച്ചേ പറഞ്ഞേ? അല്ല, വണ്ടി പോകുന്നതോട് ചൂടാകും. ചൂടാകുമ്പോ എന്ത് സംഭവിക്കും? ചൂടാകുമ്പോ അത് ഉരുകും. അത് എന്ത് ചെയ്യുമെന്ന്? ചൂടാകുമ്പോ ഉരുകുവോ? അല്ല, ചില പീസ് തെറിച്ചു പോയിരിക്കും. വാട്ട് ആൻമരിയ? ആൻമരിയ അൺമ്യൂട്ട്. ആൻമരിയ പോയി അപ്പളെ. ദിയ വാസ് ആബ്സെന്റ് ഐ തിങ്ക്. നോ ദിയ വാസ് പ്രസന്റ് ഇൻ ദി ലാസ്റ്റ് ക്ലാസ്. ദിയായും പോയി, രണ്ടുപേരും പോയി. ക്വസ്റ്റ്യൻ ചോദിച്ച അപ്പളേക്കും എല്ലാരും പോകും. പക്ഷെ ഞാൻ ആ വീഡിയോ കണ്ടില്ല, എന്റെ നെറ്റ് പോയായിരുന്നു അന്നേരം. എന്നിട്ട് നീ ഇത് കണ്ടില്ല? യൂട്യൂബ് ക്ലാസ് കണ്ടില്ല നെറ്റ് പോയെങ്കില്? പിന്നെ എന്തിനാ യൂട്യൂബ് ക്ലാസ് ഇട്ട് തരുന്നേ? നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തതിൽ വീണ്ടും കാണാൻ വേണ്ടിയില്ല യൂട്യൂബിന്റെ ലിങ്ക് ഇട്ട് തരുന്നേ. ആൻമരിയ അറിയലേ? ആൻമരിയ stuck I think. They are going to audio connect ആയിട്ടില്ല. Because when train passes through it, it gets heated and so what happens is expand ആകും നമ്മൾ പഠിച്ചു. expand എന്ന് പറഞ്ഞാൽ എന്താണ്? വികസിക്കും അല്ലേ? It will expand. Then I showed you that video. Faith, do you remember? When expand ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നേ? അത് വളഞ്ഞു പുളഞ്ഞൊക്കെ പോകും അല്ലേ? എക്സ്പാൻഡ് ആയി കഴിയുമ്പോഴത്തേനും വളഞ്ഞു പുളഞ്ഞു പോകും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കട്ട് ആയിട്ട് ഇടുന്നത്, ആ ചിത്രത്തിലുള്ളത് പോലെ. അപ്പൊ അങ്ങനെ ഇടുമ്പോൾ എക്സ്പാൻഡ് ആയിട്ട് വലുതായി കഴിഞ്ഞാലും മറ്റത്തിൽ പോയി ടച്ച് ചെയ്യും. അപ്പൊ ഇത് വലുതായി കഴിഞ്ഞാൽ പിന്നെ അതിന് സ്ഥലമില്ലാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വളഞ്ഞു പോകും. സോ ഇറ്റ് വിൽ കോസ് ഫോർ ദ മേജർ ആക്സിഡന്റ്. സോ ടു അവോയ്ഡ് ദാറ്റ് ആക്സിഡന്റ് ഓൺലി they use on the tracks they use this types of cuts. സ്പേസ് ഇടുന്നത് കട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പേസ് ഇടുന്നത്. അപ്പം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വന്ന് മുട്ടാനുള്ള അല്ലെങ്കിൽ ഇതിൽ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അവിടെ. അതാണ്. ഓക്കെ, സെയിം വേയില് ഇൻ ദ സിമിലർ വേ in steel bridges, one end is made to rest on rollers with enough space provided for expansion during summer. So in the next picture is 5.7 figure number 5.7. in those it is a steel bridge. So we know that when vehicle passes it gets heated. What happens? It will expand. So അങ്ങനെ ആവുമ്പോൾ അത് എക്സ്പാൻഡ് ആവുമ്പോഴത്തേനും അതുപോലെ തന്നെ ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ വാട്ട് ദേ വിൽ ഡു, ആ ഒരു ഇതിൽ ആ ഒരെണ്ണത്തിന് കണ്ടോ റോളേഴ്സ്, ഒരു ചക്രം പോലത്തെ ഒരു സാധനം ഗ്രൗണ്ടിനെ ടച്ച് ചെയ്യാത്ത രീതിയിലാക്കുന്നത്. ഓക്കെ, അപ്പൊ റോളേഴ്സ് ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ they will get when it during summer season or when vehicle passes when it gets heated it will expand. So during this time
If there is space, accident will not take place. If there is no space, what will happen? It will bend and it will cause more accident. അപ്പം ഈ സംഭവം അതുപോലെ തന്നെ റോളേഴ്സ് വെച്ചേക്കും. റോളേഴ്സ് വെക്കുമ്പോൾ അവിടെ സ്പേസ് ഉണ്ട്, നമുക്കറിയാം ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നില്ല, അവിടെ സ്പേസ് ഉണ്ട്. ഇനിയിപ്പോ അത് എക്സ്പാൻഡ് ചെയ്താലും ആ ഗ്രൗണ്ടിലേക്ക് പറ്റുന്നതേ ഉള്ളൂ, അവിടെ സ്ഥലം ഉള്ളതുകൊണ്ട്. അല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അത് ബെൻഡാകും. അപ്പോൾ വണ്ടി കയറുമ്പോൾ തന്നെ പാലൊക്കെ വളഞ്ഞിട്ട് ചിലപ്പോൾ ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ. Then when very hot liquid is poured in a glass tumbler, the tumbler sometimes cracks. That we know that. When we pour hot tea or any hot items in a glass, sometimes the glass will break. Why it happens like that way? Because we studied that when it is heated, when it gets heated, what happen? It will expand. So glass will break. നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഗ്ലാസ്സിൽ ചൂടു ചായ ഒക്കെ ഒഴിച്ച് ചിലപ്പം പൊട്ടിപ്പോയിട്ടുണ്ടാകും. Maybe not new glass. Sometimes when we buy new glass also it will happen like that way. ചിലപ്പോൾ നമ്മൾ വാങ്ങുന്ന പുതിയ ഗ്ലാസ്സിൽ പോലും എന്തോ മീൻസ് ഫ്രിഡ്ജിൽ വെച്ച ഗ്ലാസ്സിലോട്ട് ചൂടൊക്കെ ഒഴിച്ച് അപ്പം പൊട്ടും. ബിക്കോസ് എന്താന്ന് വെച്ചാൽ അത് എക്സ്പാൻഷൻ പെട്ടെന്ന് നടക്കുമ്പോൾ ആ എക്സ്പാൻഷൻ അതിന് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നതുകൊണ്ടാണ് അത് പൊട്ടുന്നത്. ചൂടുള്ള വസ്തുക്കൾ വന്നു കഴിയുമ്പോൾ, അതായത് നമ്മൾ തിങ് ഈസ് ഹീറ്റഡ് ഇറ്റ് വിൽ എക്സ്പാൻഡ്. വെദർ ഇറ്റ് മേ ബി ലിക്വിഡ് ഓർ സോളിഡ് ഓർ എനിത്തിങ്, ഗ്യാസ് ഓർ എന്തും ആയിക്കോട്ടെ, അത് ഇറ്റ് വിൽ എക്സ്പാൻഡ്. നമ്മൾ ആ ഗ്ലാസ്സിനകത്തോട്ട് ചൂടുള്ള വെള്ളം ഒഴിക്കുമ്പോൾ ചില ഗ്ലാസ്സുകൾ പൊട്ടും. ചിലപ്പോൾ പുതിയ ഗ്ലാസ്സുകൾ പോലും പൊട്ടാറുണ്ട്. ചിലപ്പോൾ അതിന്റെ അടിവശത്തുനിന്നേ ഇങ്ങനെ പൊട്ടി അടർന്നു പോകും. ഗ്ലാസ് മാത്രം നമ്മുടെ കയ്യിലിരിക്കും, ഡൗൺ പാർട്ട് ഫുള്ളി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ചായയോ എന്താ നമ്മൾ അതിനകത്ത് ഒഴിച്ച സാധനം പോയിട്ട് മെറ്റീരിയലും പുറത്തോട്ട് പോകും അല്ലെ. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ when we pour those hot things in that, or when we deposit any hot thing into the glass, it will expand. Then this happens because the inner wall gets heated first and expands, but the outer wall remains unchanged. അപ്പൊ ഇതിന്റെ ഉള്ളിലോട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ ഉള്ളിലുള്ളതിനാണ് ആദ്യം ചൂട് കിട്ടുന്നത്. It will expand very fastly and outside will not expand so fastly. അതായത് ഇത് ചൂടങ്ങോട്ട് കടന്ന് ചെല്ലുന്നത് വരെ ചിലപ്പോൾ പുറത്തുള്ള ഗ്ലാസിന്റെ ഭാഗങ്ങള് ചൂടാവത്തില്ല, ഉള്ളിൽ മാത്രം ചൂടാവുമ്പോൾ അതിനവിടെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പൊട്ടിപ്പോകും. ബട്ട് ചില ഗ്ലാസുകൾ നമുക്കറിയാം, as it gets older, കുറെ പഴകിയ ഗ്ലാസ്സുകളൊക്കെ അങ്ങനെ പൊട്ടും. ചിലത് പുതിയ ഗ്ലാസ്സുകൾ തന്നെ ചിലത് പൊട്ടും, കടയിലൊക്കെ ഇരുന്ന് പഴകിയതായിരിക്കാം, അങ്ങനെയും സംഭവിക്കാം. But the resulting strain cracks the glass. These days, however, special types of glasses which expand very little when heated are available. But now technology has been improved and new invention has been made. So nowadays new types of glasses have been invented. See, ഇപ്പൊ നമ്മൾ പുതിയ തരം ഗ്ലാസ്സുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത്ര പെട്ടെന്നൊന്നും പോകുകയില്ല. അതായത് ഉള്ളിലെ ഉൾഭാഗം പെട്ടെന്ന് ചൂട് പിടിക്കുന്നതും പുറം ഭാഗം പെട്ടെന്ന് ചൂട് പിടിക്കാത്തതും കൊണ്ടാണ് ഗ്ലാസ്സുകൾ ഇങ്ങനെ പൊട്ടുന്നത്. ഇപ്പൊ നമ്മൾ രണ്ടും ഒരേ തരത്തിലാകുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. Our special types of glasses which expand very little when heated are available. Due to their low expansion, they do not crack even if a very hot liquid is poured in them. One such glass is Firex glass. I think you all might all of you have at home this type of glass items. കറിയൊക്കെ എടുക്കുന്ന പാത്രം, ഇങ്ങനത്തെ ഗ്ലാസിന്റെ പാത്രങ്ങൾ കട്ടിയുള്ളത് അല്ലെ, ബൗൾസ് ഒക്കെ ഇല്ലേ നിങ്ങളുടെ വീട്ടില്, ഇത് അത്ര പെട്ടെന്നൊന്നും പൊട്ടത്തൊന്നുമില്ല. ഇതൊക്കെ ഈ ഫിറക്സ് ഗ്ലാസ് ആണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ തിളപ്പിച്ച കറി എടുത്ത് പെട്ടെന്ന് ഒഴിച്ചു വെച്ചാലൊന്നും പെട്ടെന്ന് പൊട്ടത്തില്ല. ചൂടാറാതെയൊക്കെ കുറെ സമയമൊക്കെ ഇരിക്കും. ഇത്തരം പാത്രങ്ങളൊക്കെ, ഡിഷസ് ഒക്കെ നിങ്ങളുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുള്ളതല്ലേ? കിച്ചണിലൊക്കെ കയറി നോക്കാറുണ്ടോ? വല്ലതും തിന്നാൻ തരുമ്പോ ഇതൊക്കെ പാത്രങ്ങളൊക്കെ നോക്കാറുണ്ടോ? അത് തിന്നിട്ടേറ്റ് പോരുള്ളോ? ഇല്ല അല്ലെ? ഓക്കെ, ഇങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ അല്ലെ? ജഗ്ഗൊക്കെ, ഇങ്ങനത്തെ ജഗ്ഗൊക്കെ ഇല്ലേ നിങ്ങളുടെ വീട്ടിൽ വെള്ളം എടുക്കാൻ? ഇഫ് യു pour hot water, no problem, it won't break. Okay. So next oral questions. Heat is a form of energy. What kind of energy is it? Heat and the energy, Anna?
Who will answer? Heat എന്ത് തരം എനർജിയാണ്? ആർക്കും അറിയുന്നില്ലേ? ഷോൺ, വാട്ട്? ഇയർഫോൺ എടുത്ത് ചെവിയുടെ പുറകിൽ വെച്ചിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് അല്ലേടാ കള്ള? ആ ടൈപ്പ് ഓഫ് എനർജി ഈസ് ഹീറ്റ് എനർജി. ഫെയ്ത്ത്, എന്റെ അമ്മേ, തെർമൽ എനർജി. പെമ്പിള്ളേർ രണ്ട് സ്റ്റക്ക് ആയിട്ടിരിക്കുക, നോട്ട് അലൈവ്. Okay, thermal energy. Okay, when you heat a substance, several changes can be observed. Talk about three of these changes. ഏതെങ്കിലും 3 ചേഞ്ചസിനെ കുറിച്ച് പറയാനാ പറഞ്ഞേക്കുന്നത്. നമ്മൾ സാധനം ചൂടാക്കുമ്പോൾ so many changes will take place. Can you, Sean, can you tell any one change? Is the temperature increases? Then its state may change. അതായത് നമുക്കറിയാം, if you heat water, what will happen? If you heat liquid things, what will happen? It will take into the form of gas form, isn't it? Gases. അത് ആവിയായിട്ട് പോകും, നീരാവിയാകാം, അതിന്റെ ചേഞ്ച് ഇതാകും. ചില വസ്തുക്കൾ നമ്മൾ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? It will melt, isn't it? For example, ice. When we heat it, what will happen? It will melt and it will make in the form of liquid. സോളിഡ് ആയിട്ടുള്ള ഐസ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അത് ലിക്വിഡ് ആകുന്നു അല്ലെ? ലിക്വിഡ് ആയിട്ടുള്ള വെള്ളം നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും അത് ഗ്യാസ് ഫോമിലേക്ക് ആവുന്നു. അഗൈൻ ഗ്യാസ് നമ്മൾ കൂൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ നീരാവിനെ ചൂടാക്കുമ്പോൾ തണുപ്പിക്കുമ്പോൾ എന്താകുന്നു? അഗൈൻ ഇറ്റ് വിൽ ടേക്ക് ദ ഫോം ഓഫ് ലിക്വിഡ്. അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. നെക്സ്റ്റ്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഒക്യുറൻസ് ഓഫ് കെമിക്കൽ ചേഞ്ചസ്. കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്നു, പിന്നെ അത് എക്സ്പാൻഡ് ചെയ്യും അല്ലെ? ഓക്കെ, next, what is the next question? The expansion of what is the question? All solids of equal size, when their temperature is increased by the same amount, is the same. Do you agree? Give reason. Expansion of all solids of equal size, when the temperature is increased by the same amount, is the same. അതായത് നമ്മള് ലിക്വിഡ് സോളിഡ് ആയിട്ടുള്ള വസ്തുക്കളെ നമ്മൾ ചൂടാക്കുമ്പോൾ ഒരേ എമൗണ്ട് ചൂട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരേപോലെയാണോ ചൂടാകുന്നത്? അല്ല, ചിലത് വേഗം ചൂടാകും, ചിലത് സ്ലോലി ആകും. അതെ, അതിനകത്ത് മോളിക്യൂൾസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അതിന്റെ രീതിയിൽ ചില വസ്തുക്കൾ പെട്ടെന്ന് ചൂടാകും. ഈവൻ സോളിഡ് തിങ്സ് ഒരേ ചൂടിൽ തന്നെ വെച്ചാൽ പെട്ടെന്ന് ചൂടാകുന്നുണ്ട്, പതുക്കെ പതുക്കെ ചൂടായി വരുന്നതും ഉണ്ട് അല്ലെ? Okay, give reason for that. No, the expansion will be different for different solids for the same increase in temperature, because the molecular arrangements and average distance between the molecules in different solids are different. ചിലതിൽ നമ്മൾ പറഞ്ഞു ഈ എന്താ എപ്പോഴും പോകുന്ന നമ്മള് കിട്ടിയില്ല അല്ലെ? ചിലത് പെട്ടെന്ന് ചൂടാകും, കാരണം അതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന മോളിക്യൂൾസിന്റെ ആ ഡിഫറൻസ് പോലെ ആയിരിക്കും. ഓക്കെ, next, arrange in order of increasing expansion of heating liquids, solids, gases. ഇതിനകത്ത് ഏതാണ് ഏറ്റവും ഫസ്റ്റ് ഇൻക്രീസിങ് എക്സ്പാൻഷൻ? അതായത് ഏതാണ് ആദ്യം ചൂടാകുന്നത്? ലിക്വിഡ് ആണോ, സോളിഡ് ആണോ, ഗ്യാസ് ആണോ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ് ഇൻക്രീസിങ് ലെവലിലാണെങ്കിൽ. ഓക്കെ, next we shall study about temperature. Yeah, Anne-Maria, Faith പോയോ? ഷോൺ വന്നപ്പോ ഫെയ്ത്ത് പോയി. എന്താ ഫെയ്ത്ത്? എന്താ ഒരു പഴയ അപ്പച്ചമാരൊക്കെ പറയുന്ന ഒരു പഴമൊഴി ഉണ്ട്, തൊമ്മൻ അയ്യമ്മൻ ചാണ്ടി മുറുകും, ചാണ്ടി അയ്യമ്മൻ തൊമ്മൻ മുറുകും എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾ വന്നാ അടുത്ത ആള് പോയി, ആ ആള് കയറുമ്പോ ഇവിടെ ആദ്യത്തെ ആള് പോകും. ഫെയ്ത്ത്, ആർ യു ഹിയറിംഗ് മീ? അതെ, ദിയ വന്നിട്ടുണ്ട്. ഇപ്പം ദിയക്ക് നെറ്റ് പ്രോബ്ലം ഉണ്ടോ? Okay, next we shall study about temperature. What is temperature? Temperature means ചൂട് അല്ലെ? അതായത് ഊഷ്മാവ് എന്നാണ് അർത്ഥം, മലയാളം വാക്ക് ഊഷ്മാവ്. ടെമ്പറേച്ചർ ആണോ? ഇവിടെ നല്ല ചൂടാണല്ലോ, നല്ല വെയിൽ തെളിയുന്നുണ്ട് ഇവിടെ. അതെയോ? നെറ്റ് പ്രോബ്ലം ഉണ്ട്, കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അതെയോ? ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല.
ഇടയ്ക്ക് കേൾക്കൂല മിസ്സേ, ഇടയ്ക്ക് സ്റ്റക്ക് ആവും. ഓക്കെ, ഈവനിങ് യു അറ്റൻഡ് ദ യൂട്യൂബ് ക്ലാസ്. വൈകുന്നേരം യൂട്യൂബ് ക്ലാസ് അറ്റൻഡ് ചെയ്യും കേട്ടോ. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന പോലെ കേൾക്കുക. എനിവേ ഈവനിങ് യു അറ്റൻഡ് ദ യൂട്യൂബ് ക്ലാസ്. ഓക്കെ, ടെമ്പറേച്ചർ മീൻസ് ഊഷ്മാവ്. Water in your tap is cool, where ice is cold. If you touch the water, you say it is cold. അത് തണുത്തതെന്ന് പറയും അല്ലെ. പക്ഷെ ഐസ് ആകുമ്പോഴോ ഭയങ്കര തണുപ്പാണ്. രണ്ടിനും തണുപ്പാണ്, പക്ഷെ അതിന്റെ ലെവൽ ഈസ് ഡിഫറെന്റ് അല്ലെ. വെള്ളത്തിൽ തൊടുന്നതും ഐസിൽ തൊടുന്നതും തണുത്തതാണ്, പക്ഷെ the amount or quantity of the temperature is different in that. Sean, what happened, my dear? Sean, എന്താ പറ്റിയേ? എനിക്ക് തുമ്മുവാ. എനിക്ക് ഡൗട്ട് ഉണ്ട്. നിന്റെ വീട് എവിടെയാടാ ഷോൺ കുട്ടാ? രാജഗിരി. രാജഗിരി. നീ എവിടെയെങ്കിലും പോയായിരുന്നോ? പനിക്കുന്നുണ്ടോ കുഞ്ഞിനെ? മഴയത്ത് കളിച്ചാ? എന്താ മിസ്? കേട്ടില്ല. കേട്ടില്ല. Did you play in the rain? No. നന്നായിട്ട് വീട്ടിൽ ഉള്ളിൽ തന്നെ ഇരിക്കട്ടാ. ഓക്കെ, അതുപോലെ തുളസി വെള്ളമൊക്കെ കുടിച്ചിട്ട് പനിയൊന്നും പിടിപ്പിക്കില്ല. ജലദോഷം അങ്ങനെ പിടിച്ചാൽ നിന്നെ കൊറോണ എന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് പോകും. സോ ടേക്ക് കെയർ. Tell your mummy to make തുളസി കഷായം. ഓക്കെ, ജലദോഷമൊക്കെ പൊക്കോടും. പിന്നെ കൊറോണയാന്ന് പറഞ്ഞ് നിങ്ങളുടെ ആ ഭാഗത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അവിടെ ആ ഭാഗത്തെങ്ങാണ്ട് കൊറോണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. സോ ടേക്ക് കെയർ. പുറത്തൊന്നും പോകണ്ട. അമ്മമ്മയോട് തുളസിയുടെ കഷായം ആക്കി തരാൻ പറയട്ടോ. ഓക്കെ, നമ്മള് ടെമ്പറേച്ചറിനെ കുറിച്ച് പഠിക്കാം. നമുക്കറിയാം, നമ്മള് കോൾഡ് വാട്ടർ ആൻഡ് ഐസ് രണ്ടും തണുത്താണ്, പക്ഷെ അത് രണ്ടും ഡിഫറൻസ് ഉണ്ട്. രണ്ടിന്റെയും തണുപ്പിൽ വ്യത്യാസമുണ്ട്. ഇനി ഒരു ചെറിയ ചൂടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചാൽ അതിനും ചൂടുണ്ടാകും, തിളച്ച വെള്ളത്തിനും ചൂടുണ്ടാകും അല്ലെ. സോ വാട്ടർ വിച്ച് ഈസ് ഹോട്ട് ആൻഡ് വിച്ച് ഈസ് ബോയിൽഡ്. If you touch both, what will happen? Just a little bit of cold or hot only means no problem. You can drink also. But if soon after boiling, can you drink that water? No, because it is too hot, isn't it? So, if the water is heated for about a minute, it becomes warm. However, it is heated to boiling to becomes hot, more hot. നമ്മൾ ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് ചൂടാക്കി കഴിഞ്ഞാലും ചൂടെന്ന് പറയും, തിളപ്പിച്ചാലും ചൂടാന്ന് പറയും. പക്ഷെ രണ്ടിന്റെയും ചൂടിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും അല്ലെ. Like that way. Here one activity is given. Activity 5, experimental investigation. You can do it at home. And don't tell that since Miss told I did like this way. Be careful while doing. What is the activities? Take 3 vessels and fill one of them with ice cold water. Ice cold water means നല്ല തണുത്ത വെള്ളം. മീൻസ് ഫ്രീസറിൽ നമുക്ക് കുറച്ച് ഐസ് എടുത്തിട്ട് ഇതിൽ ഫ്രിഡ്ജ് വെച്ച് നല്ല തണുത്ത വെള്ളം, ഐസ് കോൾഡ് വാട്ടർ. ദ സെക്കൻഡ് വൺ വിത്ത് ടാപ്പ് വാട്ടർ മീൻസ് വിച്ച് വി ഹാവ് ഓൺ ദ പൈപ്പ്, സാധാരണ നമ്മുടെ വെള്ളം. ആൻഡ് ഇൻ ദ തേർഡ് വൺ to fill with the water that has been heated for 1 to 2 minutes. And it said be careful that the water does not become too hot. Otherwise, what will happen? Your finger may get burned. എക്സ്പെരിമെന്റ് അതിനകത്ത് കൈ ഇട്ടിട്ട് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ 1-2 മിനിറ്റ് നേരത്തെ ചൂടാക്കുന്ന വെള്ളമായിരിക്കണം. നല്ല ബോയിൽഡ് വാട്ടർ ആയിക്കരുത് കേട്ടോ. ബോയിൽഡ് വാട്ടർ ആകുമ്പോൾ കൈ അതിനകത്ത് ഇടുമ്പോൾ പൊള്ളും. Okay, first one is ice water and second one is normal water, that is tap water or which we get from the well and all, നമ്മുടെ വീട്ടിലുള്ള സാധാരണ വെള്ളം. And third one is the water which we have heated for 2-3 minutes and not be too hot. And the experiment is said be careful that the water does not become too hot, otherwise it will burn your hand. Dip your left hand in cold water and your right hand in hot water for about half a minute. ഇനി 2-3 പാത്രത്തിൽ എടുത്തു വെച്ചേക്കുന്നത്. ഇൻ ഫസ്റ്റ് വൺ പുട്ട് യുവർ 1 hand in cold water. കോൾഡ് വാട്ടർ മീൻസ് സാധാരണ ഉള്ള നമ്മുടെ വെള്ളം. നമ്മുടെ തണുത്ത വെള്ളമില്ല, ഐസ് വാട്ടർ എന്ന് പറഞ്ഞ ഐസ് വെള്ളത്തിൽ ഒരു കൈ ഇടുക. നെക്സ്റ്റ് അടുത്ത കൈ നമ്മുടെ ചൂടുള്ള വെള്ളത്തില്, കുറച്ച് ചൂടാക്കിയ വെള്ളം എന്ന് പറഞ്ഞില്ലേ, ബോയിൽഡ് അല്ലെന്ന് ഓർത്തോണം, കുറച്ച് ചൂട്. സാമാന്യം നമ്മൾ കുളിക്കാനൊക്കെ ചൂടുവെള്ളാക്കാറില്ലേ,
ഡു യു ടേക്ക് ബാത്ത് ഇൻ ഹോട്ട് വാട്ടർ? ചൂടുവെള്ളത്തിൽ കുളിക്കല്ലേ? അപ്പൊ അത് നമുക്ക് ഒരു പരിധി കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊള്ളിപ്പോകും നമ്മൾ മെതിനകത്ത് ഒഴിക്കുമ്പോൾ അല്ലെ? If it is too hot, what we will add? We will add some more cold water with that. നമ്മൾ അല്ലെങ്കിൽ സാധാരണ കുറച്ച് ആദ്യം ചൂടായി കഴിഞ്ഞ് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ കുളിക്കുന്നത് അല്ലെ? അപ്പൊ ആ രീതിയിൽ നമുക്ക് കൈ ഇട്ട ഒരു അര മിനിറ്റ് നേരത്തെ 1 മിനിറ്റ് നേരത്തെ നമ്മൾ കൈ ഇട്ട് വെക്കാൻ പാത്രമുള്ള ചൂടേ പറ്റുള്ളൂ എന്ന് അർത്ഥം. ഒരു കൈ നമ്മൾ തണുത്ത വെള്ളത്തിൽ ഇടുക, ഒരു കൈ നമ്മുടെ ചൂടുവെള്ളത്തിൽ ഇടുക. ഓക്കെ, 3 പാത്രത്തില് one is ice water and another one is hot water and another one is third one is one minute. 1 second please. Come back please. Sorry, emergency phone call വന്നതുകൊണ്ടാണേ. ഓക്കെ, അപ്പൊ നമ്മള് എക്സ്പെരിമെന്റില് ഫസ്റ്റ് വൺ ഈസ് ഐസ് വാട്ടർ. കേൾക്കുന്നില്ലേ? ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഐസ് വാട്ടർ, സെക്കൻഡ് വൺ ഈസ് ഹോട്ട് വാട്ടർ ആൻഡ് തേർഡ് വൺ ഈസ് normal water. And dip your finger or hand in one hand in ice water and second one in hot water. Dip it for a few minutes. Few minutes means 1 minute enough. 1 minute madi. After that, take our hand and again put into the cold water. Both hand put in cold water. മനസ്സിലായോ പറഞ്ഞത്? ആദ്യം ഒരു കൈ ഐസ് വാട്ടറിലും മറ്റത് ചൂടുവെള്ളത്തിലും മുക്കുക. അതിനുശേഷം 2 കൈ, അതായത് നമ്മൾ ഏകദേശം 1 മിനിറ്റോളം, അര മിനിറ്റോ അല്ലെങ്കിൽ 1 മിനിറ്റോളം അങ്ങനെ പിടിക്കുക. കൈ ഒരു കൈ നല്ലവണ്ണം തണുക്കുകയും ചെയ്യും, ഒരു കൈ ഒരുവിധം അത്യാവശ്യം ചൂടാക്കും, നമുക്ക് ഫീൽ ചെയ്യും അല്ലെ? അതിനുശേഷം 2 കൈയും എടുത്ത് നമ്മൾ തണുത്ത വെള്ളം, അതായത് ടാപ്പ് വാട്ടറിൽ നമ്മൾ വെക്കുക. തണുത്ത വെള്ളം മീൻസ് ഐസ് വാട്ടർ അല്ല, രണ്ടാമത്തെ നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിലെ വെള്ളം. ഹൗ ഡു യു ഫീൽ? എങ്ങനെ തോന്നും നിങ്ങൾക്ക്? എങ്ങനെ നിങ്ങൾക്ക് തോന്നും മാറ്റം? എന്തായിരിക്കും മാറ്റം നിങ്ങൾക്ക് തോന്നുക? ഫെയ്ത്തേ ഒന്ന് ആൻസർ ചെയ്തേ മുത്തേ. അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഒന്നും തോന്നിട്ടില്ല. ഒന്നും അഭിപ്രായം ഒന്നും തോന്നുന്നില്ല, ഒരു സജഷനും തോന്നുന്നില്ല. Anyway, dip your left hand in cold water and your right hand in hot water for about half a minute. Now take out both hands and simultaneously dip them in tap water. 2 കൈയും മുക്കുക. Is there any difference in sensation of heat in your left hand and right hand? Does the tap water feel warm to the left hand and cold water to the right hand? അതായത് നമ്മൾ ഐസ് വാട്ടറിൽ മുക്കി കൈ എടുത്തിട്ട് സാധാരണ വെള്ളത്തിൽ മുക്കുമ്പോൾ നമ്മുടെ കൈക്ക് എന്താ തോന്നുന്നത്? കുറച്ച് ചൂട് പോലെ തോന്നും അല്ലെ? ഐസ് വാട്ടറിൽ മുക്കി കൈ എടുത്ത് നമ്മൾ ടാപ്പ് വാട്ടറിൽ വെള്ളത്തിൽ മുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് കുറച്ചും കൂടെ ചൂടായിട്ട് തോന്നും, അല്പം ഒരു ചൂട് പോലെ തോന്നും, കാരണം ഭയങ്കര തണുപ്പിൽ നിന്നും ഒരു മാറ്റം അല്ലെ? ഓക്കെ, നെക്സ്റ്റ്. ഇനി നമ്മള് ചൂടായിരിക്കുന്ന കൈ നമ്മൾ വെള്ളത്തിൽ മുക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? കുറച്ച് തണുപ്പ് തോന്നും അല്ലെ? ചൂടായിട്ടിരിക്കുന്ന കൈ നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക്, സാധാരണ പച്ചവെള്ളത്തിലേക്ക് കൈ മുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ തണുപ്പ് തോന്നും. നേരെ ഇപ്പുറത്തെ കൈ, അതായത് തണുത്ത വെള്ളത്തിൽ ഐസ് വെള്ളത്തിൽ ഇരുന്ന കൈക്ക് കുറച്ചും കൂടെ ചൂടാ തോന്നുക അല്ലെ? നമ്മുടെ കൈക്ക് അങ്ങനെ ഫീൽ ചെയ്യും, കാരണം ഭയങ്കര തണുപ്പായിരുന്നു, അതിൽ നിന്നും കുറച്ചൊരു റിലീഫ് അങ്ങനെ തോന്നും. സോ ടുഡേ യു ഡു ദാറ്റ് എക്സ്പെരിമെന്റ്. പക്ഷെ റിമെമ്പർ ദാറ്റ് ഡോണ്ട് ടേക്ക് ബോയിൽഡ് വാട്ടർ. പിന്നെ എന്റെ പേരേ മിണ്ടിയേക്കല്ലേ, ഇന്ന് സയൻസും ഇല്ലായിരുന്നു, സയൻസ് ടീച്ചർ ഒന്നും പറഞ്ഞിട്ടുമില്ല. ഓക്കെ, കൈ പൊള്ളിച്ച് വെച്ചിട്ട്. ഓക്കെ, നിങ്ങൾ കുളിക്കാനൊക്കെ എടുക്കുന്ന വിധം എന്താ പേത്തേ? മിസ് ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടേ ഇല്ല, അതുകൊണ്ട് അപ്പൊ നിങ്ങൾ കുളിക്കാനൊക്കെ എടുക്കുന്ന വെള്ളത്തിന് ചൂട് മതി. ഓക്കെ, റിമെമ്പർ ദാറ്റ്. അപ്പൊ ആ വെള്ളത്തിലാണെങ്കിലും ചെയ്താൽ മതി. കുളിക്കാനൊക്കെ ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. ഷാണൊക്കെ ഇന്ന് ചൂടുവെള്ളത്തിലേ കുളിക്കാവുള്ളൂ കേട്ടോ. ഓക്കെ,
അപ്പം നിങ്ങളുടെ കൈ ഒന്ന് ഇട്ട് നോക്കാം. അപ്പൊ നമുക്കറിയാം. എന്നിട്ട് 2 കൈയും എടുത്തിട്ട് ഈ തണുത്ത വെള്ളം മീൻസ് രണ്ടാമത് നമ്മൾ എടുത്ത് വെക്കുന്നത് ടാപ്പ് വെള്ളമാണ്. അതായത് നമ്മുടെ വീട്ടിലുള്ള സാധാരണ വെള്ളം, വീട്ടിൽ കോരി എടുത്ത് വെക്കുന്ന വെള്ളം, ആ വെള്ളത്തിൽ മുക്കുക. അപ്പൊ നമ്മുടെ നല്ല തണുത്ത വെള്ളത്തിൽ കൈ മുക്കിയത് കുറച്ച് ചൂടായിട്ടും തോന്നും. പിന്നെ നമ്മുടെ മറ്റേ ചൂടുവെള്ളത്തിൽ മുക്കിയ കൈ നമുക്ക് അല്പം തണുപ്പായിട്ടും തോന്നും. ഓക്കെ. The activity shows that the words cold, cool, warm, and hot are relative terms. We cannot use these terms to describe how hot or cold an object is. If I say hot water, how can you understand that whether how hot it is? ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ എത്ര ചൂടുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഞങ്ങൾ ചൂടുവെള്ളത്തിൽ കുളിക്കാന്ന് പറഞ്ഞു. എത്ര ചൂടുള്ള വെള്ളത്തിൽ കുളിക്കണം നിങ്ങൾക്ക് അറിയത്തില്ല അല്ലെ? Can't say that ഇത്രയും ചൂടുവെള്ളം ഇത്ര എന്ന് പറയാൻ പറ്റും, അറിയത്തില്ല. കോൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എത്ര കോൾഡ് എന്ന് അതിന്റെ ഒരു എമൗണ്ട് അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല അല്ലെ? സോ if you touch a hot object and a cold object with your hand, you can feel the difference. Whether it is hot or cold, you can understand it, but you can't say how cold it is or how hot it is. If you touch a very hot thing, you will tell, oh, it is too hot. ഭയങ്കര ചൂടാന്ന് പറയും. ചൂടുള്ള ഒരു വസ്തുവിനെ തൊട്ട് കഴിഞ്ഞാൽ it is too hot, but you can't say that how hot it is. How the amount or quantity of that is, you can't how much is you can't say, isn't it? Okay, so if you touch a cold thing also, you will say it is too cold, but you can't say how cold it is. What is the quantity of that? അതിന്റെ ക്വാണ്ടിറ്റി എത്രയാണ്, എത്ര ചൂടുണ്ട് എത്ര തണുപ്പുണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല, അറിയില്ല അല്ലെ? But if you take a glass of water, you can say it is a 1 glass of water or 50 milli or 1 liter, like that we can say. But hot or cold and all we can't say how much is there, but there is a unit for that. Sean, if you touch a hot object and a cold object with your hand, you can feel the difference. However, you can only say that one object is hotter than the other. You cannot say by how much. We therefore need to know the degree of the hotness or coldness of a body. ഇപ്പൊ നമുക്കറിയാം ഒരു സാധനത്തിന് എത്ര ചൂടുണ്ട് എത്ര തണുപ്പുണ്ട് നമുക്ക് കൃത്യമായി നമ്മൾ പറയും അളവ്, അതായത് 1 കിലോമീറ്റർ, 1 മില്ലിമീറ്റർ, 1 സെന്റിമീറ്റർ, ഒരു 1 ലിറ്റർ, അങ്ങനെ നമുക്ക് ഓരോന്നിനും ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് ഉണ്ട് അല്ലെ? ഒരു യൂണിറ്റ് ഉണ്ട്. ലൈക്ക് ദ സെയിം വേ ചൂടളക്കുന്നതിനും തണുപ്പളക്കുന്നതിനും ഒക്കെ ഒരു ഇതുപോലെ ഒരു മെഷർമെന്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് പറയുകയാണ് ഭയങ്കര ചൂടാ അല്ലെങ്കിൽ ഭയങ്കര തണുപ്പാ, കുറച്ച് ചൂടാ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു അളവ് കിട്ടുന്നില്ല. Okay, thus the degree of hotness or coldness is a body is called its temperature. Temperature can be also defined as the quantity by which we can compare the hotness or coldness of bodies. Temperature or ushmavu ennu paranjal is also can be defined, we can define as the quantity of that things hotness or coldness. അതിന്റെ ചൂട് അല്ലെങ്കിൽ അതിന്റെ തണുപ്പ് ആണ് എത്രയാണ് എന്നുള്ളത് അളക്കുന്നതാണ് നമ്മൾ അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് the hotter a substance is, the higher its temperature. ഒരു വസ്തു ഏറ്റവും കൂടുതൽ ഹോട്ട് ആകുന്നത് എപ്പോഴാണോ അതാണ് അതിന്റെ ഹയസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഐ തിങ്ക് അത് ഒരു വസ്തു ഏറ്റവും കോൾഡ് ആയിട്ടിരിക്കുന്നതാണ് അതിന്റെ കോൾഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അല്ലെങ്കിൽ ഏറ്റവും ഹൈ ആയിട്ടുള്ള ഊഷ്മാവ് എന്ന് പറയുന്നത്. When you touch a hot object, say hot water, you feel hot. If you touch a cold object, you say it is cold. നമ്മൾ ഐസിനെ തൊട്ട് കഴിഞ്ഞാൽ തണുപ്പാന്ന് പറയും, അല്ലെങ്കിൽ ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ ചൂടുള്ള എന്തെങ്കിലും വസ്തുവിനെ തൊട്ട് നമ്മൾ എന്താ പറയുന്നത്, too hot, it is hot എന്ന് പറയും. But ഇതിന്റെ അളവ് എങ്ങനെ നമ്മൾ പറയുന്നത്? We can say it is a Celsius. ഇതിനൊരു അളവ് പറയും, ഇത്ര ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ ആ വാക്ക് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? സെൽഷ്യസ് എവിടുന്ന കേട്ടിട്ടുള്ളത്? അൻമരിയ അൺമ്യൂട്ട് ആവുന്നില്ലേ? ഷോണേ തുമ്മമ്മേണ്ടാണ് ഏതായിരിക്കും താതാന്ന് പോകുന്നേ. അൺമ്യൂട്ട് അൻമരിയ, നമ്മളവിടെ ഫോൺ എത്ര പോകും. അൻമരിയ
ആകുന്നില്ല. ഓക്കെ. So in the second case, as heat energy flows from your hand to cold object, okay. We can use either the Celsius or the Fahrenheit scale to measure temperature. നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് പനി ഉണ്ടെങ്കിൽ നോക്കിയിട്ടുണ്ടോ നിങ്ങള്? പനി വന്നിട്ടേ ഇല്ല അല്ലേ ആൻമരിയ? പനി വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ പനിക്ക് മരുന്ന് മേടിക്കാൻ? അപ്പൊ ഒരു സാധനം വെച്ച് ഇങ്ങനെ നോക്കിയിട്ടുണ്ടോ? അപ്പൊ അത് നോക്കിയിട്ട് അവര് പറയും ഇത്ര ഡിഗ്രി പനിയുണ്ട് എന്ന് പറയും അല്ലേ? 100 ഡിഗ്രി പനിയുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? തെർമോമീറ്റർ അല്ലേ? യാ, അല്ല നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ ഒരു വാക്ക് ഇത്ര ഡിഗ്രി പനിയുണ്ടെന്നൊക്കെ? ഓക്കെ. സോ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ സെൽഷ്യസ് ഫാരൻഹീറ്റ് എന്നൊരു അതിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. We can use either the Celsius or the Fahrenheit scale to measure temperature. For a scientific work, the Kelvin temperature scale is used. Scientific യൂസിനാണെങ്കിൽ നമ്മൾ കെൽവിൻ ടെമ്പറേച്ചർ സ്കെയിൽ ഉപയോഗിക്കുന്നു. അല്ലാത്തതിന് നമ്മൾ ഒന്നെങ്കിൽ സെൽഷ്യസ് അല്ലെ ഫാരൻഹീറ്റ് എന്നുള്ള ആ ഒരു സ്കെയിൽ, ആ രീതിയിലുള്ള മെഷർമെന്റ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ. The Celsius scale. Temperature on the scale is measured in degree Celsius. സാധാരണ നമ്മൾ എഴുതുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ്, 37 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെയൊക്കെ പറയും. 10 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ. അത് എഴുതുന്നത് എങ്ങനെയാണ്? 37 ആൻഡ് ഒരു 0 മുകളിൽ എഴുതും. ഇവിടെ ഇതിൽ എഴുതിയേക്കുന്നുണ്ട് 0 മുകളിൽ എഴുതിയേക്കുന്നത് ആൻഡ് സി. ഇപ്പം വായിക്കും 37 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ. 100 degree Celsius, like that way. On this scale, we take the temperature at which pure water freezes at sea level to be 0 degree Celsius. Freeze ചെയ്യുന്നതിന് ഒരു വാട്ടർ ഫ്രീസ് ചെയ്യുക മീൻസ് to become size. It needs 0 degree Celsius. 0 degree Celsiusലാണ് വെള്ളം ഫ്രീസ് ആവുന്നത്. നിങ്ങൾ ഈ ന്യൂസില് ലാസ്റ്റ് ന്യൂസ് കേൾക്കാറുണ്ടോ? അതെപ്പോഴേലും കേൾക്കുമോ? ഡമോ ഇല്ല. അതെ, ഷോൺ സെഡ് നോ. ആൻമരിയ വിൽ ലിസൺ. ഓക്കെ. ആ ന്യൂസ് ഒക്കെ വായിച്ചിട്ട് അതിന്റെ അവസാനം പറയുന്നതല്ല ഇന്നത്തെ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, 42 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞോണ്ട് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? ഷോണിന് ഇന്ന് വേറൊരു ആക്ടിവിറ്റി കൂടെ തരുവാണ്. ഈ പറഞ്ഞ ആ 5th ആക്ടിവിറ്റി ചെയ്യുന്ന ഒപ്പം തന്നെ ഇന്നത്തെ ന്യൂസ് മുഴുവൻ കേട്ടണം. ഷോണിന് ടി വി ഇല്ലേ? റേഡിയോ ഉണ്ടോ? എനിക്കില്ല മിസ്സേ, ഞാൻ ടിവിയിലാ കേൾക്കുന്നത്, ഫോണിലാ കേൾക്കുന്നത്. ഷോണിന് കമ്പ്യൂട്ടർ ഇല്ലേ വീട്ടില്? കമ്പ്യൂട്ടറിൽ വാർത്ത കിട്ടിയല്ലേ? നെറ്റ് കണക്ഷൻ ഉള്ളല്ലേ? ഓക്കെ. ഇന്നത്തെ വാർത്ത കേട്ടിട്ട് ലാസ്റ്റ്, നീ ആരംഭം ഒന്നും കേട്ടില്ല, ലാസ്റ്റ് ആ താപനില പറയുന്ന സമയത്തൊന്ന് കേൾക്കുക. റേഡിയോ ഉണ്ടോ വീട്ടില്? ഡു യു ഹാവ് റേഡിയോ അറ്റ് ഹോം? നോ. ഓക്കെ. ഫെയ്ത്ത്, ഹാവ് യു എവർ വാച്ച്ഡ് ന്യൂസ്? Faith will not respond. Okay. Anyway, watch the television news or radio news and listen how they will tell the temperature of the some important places, important cities. Okay. ചില ഇമ്പോർട്ടന്റ് സിറ്റിയിലെ എല്ലാ നമ്മുടെ ഇപ്പൊ ചെറുപുഴയിലും പാഠശാലയിലും ഒന്നും പറയുന്നുണ്ടാവില്ല, വലിയ വലിയ ടൗണുകളിലെ മാത്രം പറയും. ഓക്കെ. അപ്പം നമ്മുടെ ഇന്ത്യയിലൊക്കെ അങ്ങനെ പറയാമെങ്കിലും ഈ വെരി കോൾഡ് റീജിയനിലൊക്കെ ഉള്ളവർക്ക് അവര് പറയുന്നത് വളരെ ലോ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും. നമ്മുടെ ഇവിടെ 35 ഡിഗ്രി 40 ഡിഗ്രി എന്നൊക്കെ പറയും. പക്ഷെ അവിടെയൊക്കെ പറയുന്നത് 10 ഡിഗ്രി 15 ഡിഗ്രി അങ്ങനെ കോൾഡ് റീജിയൻ. ഇനി ചില സ്ഥലത്ത് എത്തുമ്പോൾ അവിടുത്തെ നമ്മൾ കേട്ടിട്ടുണ്ടാകും അന്റാർട്ടിക്ക പോലുള്ള സ്ഥലങ്ങളിൽ -6 ഡിഗ്രി -4 ഡിഗ്രി ഒക്കെ ബിലോ 0 ബിലോ വരുമ്പോഴാണ് മൈനസ് വരുന്നത് അല്ലെ? സോ ബിലോ means -4 degree Celsius, -2 degree, -10 degree എന്നൊക്കെ പറയുന്നത്. So it will those regions will be covered with ice. മൊത്തം ഐസാൽ മൂടപ്പെട്ട് കിടക്കുന്ന സ്ഥലമായിരിക്കും അല്ലെ? So anyway, water will freeze at 0 degree Celsius and water will boil at the, do you know how much? 100 degree Celsius. വെള്ളം തിളയ്ക്കുന്നത് ഏതാണ്? 100 ഡിഗ്രി സെൽഷ്യസിലും വെള്ളം ഫ്രീസ് ചെയ്യുന്നത്, അതായത് എന്താ പറയുന്നത്, ഐസ് ആകുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലും ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ്, anyway time is going to be up, only 1 minute is left.
Tomorrow you have a class as your today's Tuesday's timetable according to Tuesday's timetable. First in the first class, not computer science. I will take science class in the first class. Okay. Okay. Bye then. So Sean, you have to take proper medicine. Okay. Bye. Allergy on, sir. Allergy or no? You have to take medicine, my dear.